ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം NIOSന് 2025 ഏപ്രിൽ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് ഏപ്രിൽ മന്ത് ലാസ്റ്റിലേക്കുള്ള എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞ് മെയ് 1 അതുപോലെ തന്നെ 6-ാം തീയതി 8-ാം തീയതി ഒക്കെ ആയിട്ട് പബ്ലിക് എക്സാമിനേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാം ഒക്കെ എഴുതി ഇപ്പോൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവും, ഇതിന്റെ ഇവാലുവേഷൻ എങ്ങനെയായിരിക്കും, ടഫ് ആയിരിക്കുമോ? അപ്പം ചില സ്റ്റുഡൻസ് പറയാറുണ്ട്, നിങ്ങൾക്ക് അറിയാം NIOSൽ 2 ബാച്ചസ് ആയിട്ടാണ് സ്റ്റുഡൻസ് പബ്ലിക് എക്സാം എഴുതുന്നത്, ഏപ്രിൽ ബാച്ചിലും ഒക്ടോബർ ബാച്ചിലും. അപ്പൊ പൊതുവെ സ്റ്റുഡൻസ് പറയാറുണ്ട് ഏപ്രിൽ ബാച്ചിലെ ഈ ഒരു പരീക്ഷ ഇവാലുവേഷൻ ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇവാലുവേഷൻ ഒന്നും അത്ര ടഫ് ആയിരിക്കില്ല, എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ പറയാറുണ്ട്. നേരെ മറിച്ച് ഒക്ടോബർ ബാച്ച് ആവുമ്പോഴത്തേക്കും ഒക്ടോബർ കുറച്ച് ടഫ് ആയിരിക്കും, അങ്ങനെയുള്ള പലതരത്തിലുള്ള എന്താ പറയാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ NIOSൽ 2025 ഏപ്രിൽ ബാച്ചിലായാലും ഒക്ടോബർ ബാച്ചിലായാലും നിങ്ങൾക്ക് സെയിം സിലബസ് തന്നെയാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ ഈ സെയിം സിലബസിൽ തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് അറിയാം, എക്സാം ഇപ്പോൾ എഴുതി കഴിഞ്ഞവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പഠിച്ച എന്തൊക്കെ കാര്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഏതൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ഓരോ ചാപ്റ്റേഴ്സിലും ഞാൻ പഠിച്ചിരുന്നതിൽ ഏതൊക്കെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവും. സോ എനിവേ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതിയ എല്ലാ സ്റ്റുഡൻസിനും തന്നെ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിച്ചവരുണ്ട്. അതല്ല മുമ്പേ നമ്മളെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിച്ചവർക്കൊക്കെ മന്ത്ലി മോഡൽ എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിരിക്കാം അല്ലെ. എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് ഈ ഒരു അക്കാഡമിക് ആയിട്ട് കുറച്ച് ഡിലേ വന്നിട്ട് പിന്നീട് ഈ 10th +2 ഒക്കെ എഴുതി എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു എക്സാം പോയി എഴുതേണ്ട ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവില്ല. ഫ്യൂച്ചർ പ്ലസിലെ മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ. മോഡൽ എക്സാം ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മലയാളത്തിൽ എഴുതുന്നവർക്കും തന്നിട്ടുണ്ടായിരുന്നത്. സോ അത് നിങ്ങൾക്ക് എന്താണ് എക്സാം ഹാളിൽ ഡയറക്റ്റ് ഒരു ഇംഗ്ലീഷ് എക്സാം കണ്ട് മലയാളത്തിലെ ആൻസേഴ്സ് എഴുതേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പേടിയും വെപ്രാളവും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല ഫീഡ്ബാക്കുകൾ മോഡൽ എക്സാംസിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അവസാനത്തെ 2 മാസം നമ്മൾ കംപ്ലീറ്റ്ലി റിവിഷൻസ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് റിവിഷൻ എന്ന് പറയുമ്പോൾ അത് 3-4 പാർട്ടായിട്ടാണ് നമ്മുടെ റിവിഷൻസ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ 3 പാർട്ടും നിങ്ങളെ പോർഷൻസ് കംപ്ലീറ്റ്ലി 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 4മതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ലൈവ് റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പഠിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പാഠ്യപദ്ധതിനെ സമീപിക്കുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഗൈഡ് ബുക്കുകൾ, നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട്, PPT നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ആപ്പിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്റ്റുഡൻസ് മാത്രമല്ല, പുറത്തു നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് വഴി നമ്മുടെ മെറ്റീരിയൽസ് മാത്രം പർച്ചേസ് ചെയ്തിട്ട് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒരുപാട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എക്സാം എഴുതി കഴിഞ്ഞതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും വന്നിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ഒന്ന് നമ്മൾ അസസ്മെന്റ് ഒന്ന് ചെയ്തു നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഏപ്രിൽ ബാച്ചിലെ എക്സാമുകളും എല്ലാ സബ്ജക്റ്റിന്റെയും തന്നെ പൊതുവെ നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയാസിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിൽ ഫിസിക്സ് സബ്ജക്റ്റ് മാത്രമാണ് പൊതുവെ ടഫ് ആയിരുന്നു എന്നുള്ള ധാരണ വരുന്നത്. പക്ഷെ അത് നമ്മൾ മോഡൽ എക്സാമിന് മുമ്പേ നിങ്ങൾക്ക് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ടീച്ചേഴ്സ് പറയുന്നത് ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകൾ തന്നതിൽ ഏറ്റവും കൂടുതൽ പോർഷൻസ് ഫിസിക്സിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിവേ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ മന്തിൽ എക്സാം പബ്ലിക് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള, ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ഫീഡ്ബാക്കുകൾ
കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും തന്നെ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവുമെന്ന്. സോ നമുക്ക് പൊതുവെ പറയുന്ന ഒരു ടോക്കാണ് ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ കുറച്ച് ടഫാണ്, ഏപ്രിൽ ബാച്ച് കുറച്ച് എളുപ്പമാണ് എന്നുള്ളത്. ഇത് ഇവാലുവേഷൻ കഴിഞ്ഞത് ഇതുവരെ എടുത്തു നോക്കുവാണെങ്കിൽ ഏപ്രിൽ ബാച്ച് കുറച്ച് ഈസി ആയിട്ട് എല്ലാവരും പാസ്സായി വരുന്ന ഒരു ബാച്ചാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒക്ടോബർ അത്രയ്ക്ക് ടഫാണ് എന്ന് പറയാനും പറ്റില്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ബാച്ചിൽ എക്സാം എഴുതിയിട്ടുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. NIOSന്റെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസും ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ NIOSന്റെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമുക്കൊരു വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഓൾ കേരള ഗ്രൂപ്പ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്